What a breathtaking display of talent and artistry. Welcoming all to the mesmerizing world of Theyyam, a sacred dance drama that weaves together the rich tapestry of Kerala's cultural heritage. Theyyam is a living embodiment of ancient myths and legends, a bridge between the mortal and the divine. Rooted in folklore and religious beliefs, Theyyam is not just a performance. It's a spiritual journey that connects communities with their history and gods. Let's welcome the performers for the dance saga. കേരളത്തിലെ വടക്കേ മലബാർ മേഖലയിൽ ഏറെ പ്രശസ്തിയാർജിച്ച ഒരു കലാരൂപമാണ് തെയ്യം. ഈ തെയ്യങ്ങളിൽ തന്നെ ആരാധിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു തെയ്യമാണ് കടാങ്കോട്ടുമാക്കവും മക്കളും. ഇന്നും കടാങ്കോട്ടുമാക്കവും മക്കളും ജനമനസ്സുകളിൽ കുടികൊള്ളുന്നു. കുഞ്ഞിമംഗലം കടാങ്കോട്ട് തറവാട്ടിലെ ഉണ്ണിച്ചെറിയയ്ക്ക് 12 ആൺമക്കൾക്ക് ശേഷം ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയതിന്റെ ഫലമായി അതീവ തേജസ്സോടുകൂടി ജനിച്ച മകളാണ് കടാങ്കോട്ട് മാക്കം. 12 ആങ്ങളമാരുടെയും കണ്ണിലുണ്ണിയായി അവൾ വളർന്നു. വിവാഹപ്രായമായ മാക്കത്തിന് മച്ചുനനായ കുട്ടിനമ്പറുമായി വിവാഹം ഉറപ്പിച്ചു. ഒരുപാട് നാളൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. തറവാട്ടിൽ സന്തോഷത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് മാക്കത്തിനും കുട്ടിനമ്പറിനും ഇരട്ട കുട്ടികൾ പിറന്നു, ചാത്തുവും ചീരുവും. മാക്കത്തിന്റെ 12 സഹോദരന്മാരും കോലത്തിരി രാജാവിന്റെ പടനായകരായിരുന്നു. നേരിയോട്ടു സ്വരൂപവും കോലത്തിരിയും തമ്മിൽ പടകുറിച്ച സമയമായതിനാൽ ആങ്ങളമാർക്ക് പടയ്ക്കു പോകേണ്ടി വന്നു. മാക്കവും ഭർത്താവും മക്കളും സഹോദരന്മാരുടെ ഭാര്യമാർക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. 12 പേരിൽ 11 നാത്തൂന്മാർക്കും മാക്കത്തിനോടുള്ള ആങ്ങളമാരുടെ വാത്സല്യം ഇഷ്ടമായിരുന്നില്ല. മാക്കത്തെ എങ്ങനെയും ചതിയിൽപ്പെടുത്താനുള്ള അവസരത്തിനായി അവർ തക്കം പാർത്തിരുന്നു. ഏകദേശം ആ സമയത്താണ് എണ്ണ വിൽപ്പനക്കാരൻ വാണിയന്റെ വരവ്. മാക്കത്തിന്റെ ആങ്ങളമാർ പോര് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയവും വാണിയൻ എണ്ണ വിൽക്കാൻ വന്ന സമയവും ഒന്നായിരുന്നു. മാക്കം അവളുടെ കൈകൊണ്ട് എണ്ണ വാങ്ങിയാൽ നാത്തൂന്മാർ വിചാരിച്ച കാര്യം നടക്കും. ആ തക്കം നോക്കി നാത്തൂന്മാർ അവിടെ നിന്നും മാറി ഒളിച്ചു നിന്നു. ഈ എണ്ണയൊന്നും വാങ്ങാൻ ഇവിടെ ആരും ഇല്ലേ? ആ വാണിയനോ, അത് അകത്തേക്ക് വെച്ചോളൂ. എണ്ണ അകത്ത് വെച്ച് വാണിയൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഭർത്താക്കന്മാരെയും കൂട്ടി നാത്തൂന്മാർ അവിടെ എത്തിയിരുന്നു. എന്നും വീട്ടിലേക്ക് എണ്ണയുമായി വരുന്ന വാണിയനെയും മാക്കത്തെയും ചേർത്ത് അവർ പല അപവാദ കഥകളും മെനഞ്ഞുണ്ടാക്കി. ഭാര്യമാരുടെ വാക്കിൽ എല്ലാം മറന്നുപോയ അവർ മാക്കത്തെയും മക്കളെയും കൊല്ലാൻ വരെ തീരുമാനിച്ചു.
എന്നാൽ അതിനു കൂട്ടുനിൽക്കാതെ ഇളയ ആങ്ങളയായ കുട്ടിരാമനും ഭാര്യയും വീട് വിട്ടിറങ്ങിപ്പോയി. നാത്തൂന്മാരുടെ തലയണ മന്ത്രത്തിന്റെ ഫലമായി ഉത്സവം കാണാനെന്നും പറഞ്ഞ് മാക്കത്തെയും മക്കളെയും കൂട്ടി 11 ആങ്ങളമാരും യാത്രയായി. ഏറ്റവും ഇളയ ആങ്ങളയായ കുട്ടിരാമൻ മാത്രം ജ്യേഷ്ഠന്മാരുടെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നില്ല. അച്ചങ്കര പള്ളിക്കടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിനടുത്തെത്തിയപ്പോൾ ഒരു സഹോദരൻ മാക്കത്തോട് പറഞ്ഞു, നട്ടുച്ചയ്ക്ക് നക്ഷത്രം ഉദിച്ചത് കണ്ടോ മാക്കേ? അത് കേട്ട് ആകാശത്തേക്ക് നോക്കിയ മാക്കത്തെ ചുരികയൂരി കഴുത്തറുത്ത് കിണറ്റിൽ തള്ളി. തൊട്ടു പിന്നാലെ അവർ മക്കളെയും വധിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല. 11 ആങ്ങളമാരുടെയും ഭാര്യമാരുടെയും കഷ്ടകാലം ആ നിമിഷം മുതൽ തുടങ്ങുകയായിരുന്നു. പന്തീരാണ്ട് തലമുറകളായി നാങ്ക കാത്തിരിക്കിன்றோம். ഇവ അവസാനിപ്പാ ഇനിയും പാട് കാലത്ത് കാണി. ചിറയും ഇല്ലിക്കാടു കുഴച്ചെരിവും അവളാം അവനീലാക്കലയും അധികാരത്തിനകക്കറയും പട്ടൊടുക്കുന്നതും പട്ടനാരിയായതും കൂതലും കുടിക്കുന്നതും പത്തുകാലം കാത്തതും പള്ളികളെടുത്തതും പെണ്ണമക്കുമാതിയായതും നാടുകവുന്നൊരു കാലവിധം കരുതിക്കലായൊരു കരുത്തുള്ളവനാണ് നീ, പോരാടണം. സംഹാരരുദ്രയായ മാക്കത്തിന്റെ പ്രതികാരദാഹമാണ് പിന്നീട് കണ്ടത്. 11 ആങ്ങളമാരെയും നാത്തൂന്മാരെയും വധിച്ച് തന്റെ തറവാട് തന്നെ മുച്ചൂടും മുടിച്ചു.
ദൈവക്കരുവായി മാറി തന്റെ ചാരിത്രശുദ്ധി തെളിയിച്ച മാക്കത്തിനും മക്കൾക്കും തെയ്യക്കോല രൂപം നൽകി ജനങ്ങൾ ആരാധിക്കാൻ തീരുമാനിച്ചു.